ഹലോ എവരി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത അരുതായ്മകളെക്കുറിച്ചാണ്. അരുതായ്മകൾ എന്ന് പറയുമ്പോൾ തെറ്റുകളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, കുട്ടികളോട് നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നു? നമ്മളെപ്പോഴും അവരൊരു വഴികാട്ടിയായിട്ട്, മോഡൽസായിട്ട്, റോൾ മോഡൽസായിട്ടൊക്കെ മാറാനല്ലേ ശ്രമിക്കാറുള്ളൂ. നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുട്ടികളോട് നിറയെ തെറ്റുകൾ ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ്സുകളൊക്കെ ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം, എങ്കിൽ കൂടിയും ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അമിതമായ കാർക്കശ്യം. ചില വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ കുട്ടികളെ അമിതമായ ഒരു നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് അവർ മുതിർന്നു കഴിഞ്ഞാൽ പോലും കൊച്ചു കുട്ടികളെന്നുള്ള ഒരു രീതിയിലാണല്ലോ നമ്മൾ അവരോട് പെരുമാറുക. നമുക്ക് വലിയ കുഞ്ഞുങ്ങളായാൽ പോലും നമുക്കവർ നമ്മുടെ കൊച്ചു കുട്ടികൾ തന്നെയാണ്. നമ്മുടെ മനസ്സിനെ അംഗീകരിക്കുകയില്ല. അപ്പോൾ നമ്മളെപ്പോഴും അവരെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു കൊച്ചു തെറ്റ് ചെയ്താൽ പോലും അതിനെ ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ എപ്പോഴും വഴക്ക് പറിച്ചു തരാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞു മനസ്സിൽ നമ്മൾ വിചാരിക്കും അത് കുഞ്ഞല്ല എന്നൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. കുഞ്ഞു മനസ്സിൽ കുഞ്ഞിലേ തന്നെ ഓരോരോ മുറിവുകളാണ് നമ്മൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുറിവുകൾ ഇങ്ങനെ വലുതായിട്ടാണ് ഓരോ ട്രോമകളിലേക്കും, അതുവഴി അവനോ കുടുംബജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നിറയെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ കുട്ടിക്കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അമിതമായ കാർക്കശ്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റാണ് അമിതമായ വാത്സല്യം. ചില പേരൻസിനോട് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് വൈകി കിട്ടിയ കുട്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇളയ കുഞ്ഞിനോട് വളരെ സ്നേഹമാണ്, അവനെ എങ്ങനെയാണ് വഴക്ക് പറയുക, അല്ലെ അവളെ എങ്ങനെയാണ് ഞാൻ വഴക്ക് പറയുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം, വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുകയും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ലാളിക്കേണ്ട സമയത്ത് ലാളിക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അമിതമായി പറയാനുള്ളത്? നിങ്ങളെല്ലാ കാര്യത്തിലും, അതായത് ആ കുഞ്ഞ് തെറ്റ് ചെയ്താലും, അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിലെ പ്രശ്നങ്ങൾ വീട്ടിൽ വന്ന് പറയുമ്പോഴും നമ്മൾ അവരുടെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത്, സാരമില്ല, നീ ശരിയാണ്. ചിലപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്തായിരിക്കും തെറ്റുണ്ടാവുക. എങ്കിലും ചില പേരൻസിനെ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ അമിതമായി സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അമിതമായ ലാളിക്കുകയാണ്. എന്തിനും ഏതിനും അമിതമായി ലാളിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെ തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് അമിതമായ ഡിപ്പെൻഡൻസി. എന്താണ് ഡിപ്പെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, അവർ 8ാം ക്ലാസ്സിലായാലും 10ാം ക്ലാസ്സിലായാലും ഈവൻ +2 പോലും കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അച്ഛനാണ് മാനേജ് ചെയ്യുന്നതെങ്കിൽ അച്ഛൻ്റെ സപ്പോർട്ട് വേണം. എന്താണ് കാരണം? അവരെ ഒന്നും ചെയ്യാൻ ആ മാതാപിതാക്കൾ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പോലും അവരനുവദിക്കത്തില്ല. കാരണം അവർക്ക് അത്രയും ഒരു അമിതമായ ഒരു കെയറിങ് ആണത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചില മാതാപിതാക്കൾ പറയാറുണ്ട്, ചില അമ്മമാർ എസ്പെഷ്യലി പറയാറുണ്ട്, എൻ്റെ കുഞ്ഞിന് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത്, ലേസ് ഇട്ട് കൊടുക്കുന്നത്, ഷൂവിൻ്റെ ലേസ് ഇട്ട് കൊടുക്കുന്നത്, സോക്സ് ഇട്ട് കൊടുക്കുന്നത്, എന്തിനു പറയണം? അതായത് ടെക്സ്റ്റ് ബുക്കുകൾ ബാഗിലെടുത്ത് വെക്കാൻ പോലും അറിയില്ലാത്ത കുട്ടികളൊക്കെ ഇപ്പോഴും പല സ്കൂളുകളിലും ഉണ്ട്. കാരണം അവർക്ക് എന്തിനും ഏതിനും അമ്മമാരെ വേണം. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇവർ സമ്മതിക്കത്തില്ല. പേരൻസോ ഗ്രാൻഡ് പേരൻസോ സമ്മതിക്കത്തില്ല. കാരണം അവർക്ക് അത്രയും കെയറിങ് ആണ് കുട്ടിയോട്. നീ ചെയ്താൽ ഒന്നും ശരിയാവത്തില്ല, എൻ്റെ കൈ ചെന്നാൽ മാത്രമേ അവിടെ ശരിയാവത്തുള്ളൂ എന്ന ഒരു ധാരണയാണ്. അത് തികച്ചും തെറ്റായിട്ടുള്ള ചിന്താഗതിയാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. പക്ഷെ ആ കുട്ടി കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ, അതായത് നിങ്ങളുടെ അടുത്തു നിന്ന് വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത്, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ കല്യാണം കഴിച്ചു പോകുന്ന സമയത്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകുക. നമ്മൾ സ്വന്തമായിട്ടൊരു കപ്പ് ചായ പോലും ഇട്ട് കുടിക്കാൻ അറിയാതെ, ഇരിക്കുന്ന ഇരിപ്പിടം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോലും അറിയാതെ, തുണി കഴുകാൻ അറിയാതെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ. ഇത് കല്യാണ ജീവിതത്തിലും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചില കുടുംബത്തിൽ കണ്ടിട്ടില്ലേ, എന്തിനും ഏതിനും അവർക്ക് അമ്മമാരെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുട്ടികൾ തന്നെ പിന്നെ വൈഫിനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ വൈഫിനെന്താ, അവർ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരാവാം, അപ്പോൾ അവർക്ക് ഓവർ സ്ട്രെസ്ഡ് ആണ് ഇതൊക്കെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. സോ പിന്നീട് അവിടെ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്യും. ഇതൊക്കെ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റാണ് അമിതമായ വിശ്വാസം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ അമിതമായ വിശ്വാസം വെച്ച് പുലർത്തുന്നത് ഭാവിയിലെ പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. നമുക്കറിയാം, നമ്മുടെയൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൻറ്റി സോഷ്യൽ ക്രൈംസ് നടക്കുന്നുണ്ട്. അത് കഞ്ചാവ്, അങ്ങനത്തെ പല കേസുകളും ഉണ്ടാവുമല്ലോ. അപ്പം അതിലൊക്കെ നമ്മൾ പേരൻസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുന്ന ഒരാളേ അല്ല, എൻ്റെ കുട്ടി വളരെ നല്ല കുട്ടിയാണ്, വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അനുസരണയുള്ള കുട്ടിയാണ്, ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന കുട്ടിയാണ്, ഞങ്ങൾ ഒരിക്കലും അത് സമ്മതിച്ച് തരത്തില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അത് തെളിയിക്കാൻ വലിയ പാടുമാണ്. അവരുടെ മുന്നിൽ നമുക്ക് അവതരിപ്പിച്ച് ഇന്നതാണെന്നൊക്കെ തെളിയിക്കാൻ വളരെ പ്രയാസവുമാണ്. അപ്പോൾ നമ്മളുടെ ഒരു കണ്ണ്, തേടായി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഒരു മൂന്നാമതൊരു കണ്ണും കൂടി ഈ കുട്ടികളുടെ മേലെ നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം അമിതമായ വിശ്വാസം, അതിപ്പോൾ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ കുട്ടിയായിക്കോട്ടെ, അങ്ങനെയൊന്നും വേർതിരിവൊന്നും വേണ്ട. അമിതമായ വിശ്വാസം ആപത്തിലേക്ക് മാത്രമേ കൊണ്ട് വഴി തെളിക്കുകയുള്ളൂ. കാരണം കുഞ്ഞിനറിയാം, ഞാൻ എന്തു പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്താലും എൻ്റെ അച്ഛനും അമ്മയും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്നെ വളരെ വിശ്വാസമാണെന്ന്. കുഞ്ഞിലെ തന്നെ ആ കുട്ടിയുടെ മനസ്സിൽ ആ ചിന്ത വേരൂന്നി കഴിയുമ്പോൾ പിന്നീട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവൻ സ്വയം ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി 5th വൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ നമ്മൾ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലാത്തൊരു കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ബോഡി ഷെയ്മിങ്. അപ്പം നിങ്ങൾ വിചാരിക്കും ബോഡി ഷെയ്മിങ്ങിൽ എന്താണ് പ്രത്യേകത? ഞങ്ങളൊക്കെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ തന്നെയല്ലേ. നമുക്കറിയാം, കുറേ തലമുറയായിട്ട് അതിങ്ങനെ പകർന്ന് കൊണ്ടുവന്ന് വരുന്നൊരു കാര്യമാണ്. അതായത് സംസാരിക്കാത്ത ആൾക്കാരെ വിളിക്കുന്ന ഒരു പേര്, ചെവി കേൾക്കാത്തവനെ വിളിക്കുന്ന ഒരു പേര് അല്ലേ, മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് വേറൊരു പേര്, വണ്ണം വെച്ചിരിക്കുന്ന ആൾക്ക് തടിയെന്ന് വിളിക്കുന്നു, നന്നായി വെളുത്തിരിക്കുന്ന ആളെ വെള്ളപ്പൂമ്പാറ്റയെന്നോ വെള്ളപ്പാറ്റയെന്നോ പറയുന്ന കേൾക്കാം, ഇരുണ്ടിരിക്കുന്നവരെ അതിന് വേറെ ഭാഷ, അങ്ങനെ എല്ലാത്തിനും ഭാഷയാണ്. അപ്പോൾ കുറേ ജനറേഷന് മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനൊക്കെ മുമ്പ് ഉള്ള കുട്ടികൾക്കൊക്കെ അതുമായിട്ട് യോജിച്ച് പോകാനും, കാരണം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസുകൾ, അതുപോലെ തന്നെ ഫാമിലി പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ കുട്ടികൾ കണ്ടും കേട്ടും ഒക്കെ ചിലപ്പോൾ കുറച്ച് അധികം പേരുള്ള കുടുംബത്തിൽ നിന്നൊക്കെ ആയിരിക്കുമല്ലോ കുട്ടികൾ വരുന്നത് അന്നത്തെ കാലത്തൊക്കെ. അപ്പോൾ ഈ കളിയാക്കലുകളൊക്കെ അതേ സ്പിരിറ്റിലൊക്കെ ഏറ്റെടുത്ത് അതിനെ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതങ്ങ് ഡെയിലി ഒരു യൂഷ്വൽ തിങ്സ് ആയിട്ട് അവരെടുത്ത് പോകുമായിരുന്നു. അല്ലെങ്കിൽ എല്ലാത്തിനെയും കുറേ അധികമെങ്കിലും ഒക്കെ മാനേജ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കാതെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ല എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സെൻസിറ്റീവാണ്, അവർക്കൊന്നും താങ്ങാനുള്ള കരുത്തില്ല. കാരണം അവർക്ക് അധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടും കേട്ടും അതിനെ മാനേജ് ചെയ്ത് പോകാൻ അവർക്ക് അത്ര വലിയ ത്രാണിയൊന്നും ഉണ്ടാവത്തില്ല. കാരണം മനസ്സ് വളരെ ലോലമാണ്, സെൻസിറ്റീവാണ്. സോ മാതാപിതാക്കളായിക്കോട്ടെ, ഗ്രാൻഡ് പേരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഇന്ന് തൊട്ട് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടോ, അയൽപ്പക്കത്തുള്ള കുട്ടികളോടോ, സമൂഹത്തിലുള്ള ഏതൊരു കുഞ്ഞിനോടോ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ നിൽക്കുന്ന ആൾക്കാരും നമ്മൾ ഇടപെടുന്ന ആ സാഹചര്യത്തിലുള്ള കുട്ടികളോട് വളരെ സെൻസിറ്റീവായിട്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. കാരണം ചില വീടുകളിൽ ചെല്ലുമ്പം തന്നെ, അല്ലെങ്കിൽ ചില സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ചില കുട്ടികളെ വിളിക്കാൻ കുറേ ഇരട്ടപ്പേരുകളൊക്കെ ഉണ്ട്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ആദ്യമേ ചോദിക്കുന്നത് നിനക്ക് സുഖമാണോ, അല്ലെങ്കിൽ നിൻ്റെ ഹെൽത്ത് എങ്ങനെ ഇരിക്കുന്നുണ്ട്, നീ വളരെ സന്തോഷവതിയായിട്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്. അയ്യോ, കാണുമ്പോൾ തന്നെ പറയുന്നതാണ്, അയ്യോ തടിച്ചു കൊഴുത്തു പോയല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ മെലിഞ്ഞ് ഉണങ്ങിപ്പോയല്ലോ, ഒത്തിരി കറുത്തു പോയല്ലോ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിൻ്റെ അമ്മയുടെ കളർ നിനക്ക് കിട്ടിയില്ലല്ലോ, അല്ല നിൻ്റെ അച്ഛൻ്റെ ഹൈറ്റ് നിനക്ക് കിട്ടിയില്ലല്ലോ, നീ കുള്ളനാണല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കാം.
അപ്പോൾ ഞാൻ ചില വേർഡുകളൊക്കെ പറയുന്ന ആരെയും മെൻഷൻ ചെയ്തുകൊണ്ടല്ല കേട്ടോ, അത് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങളൊക്കെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെയാണ്. പക്ഷെ ഇത് പറയുന്ന ആളുകൾ അതൊരു സ്പിരിറ്റിൽ പറഞ്ഞെടുത്ത് ആ വഴിക്കങ്ങ് പോവുകയാണ്. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഹൃദയത്തിൽ അത് എത്രത്തോളം ആഴത്തിൽ അത് പതിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നമ്മുടെ ഇനിയും വരുന്ന കുട്ടികൾക്കെങ്കിലും ആ ഒരു വേർതിരിവോടുകൂടി അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പറയുന്ന ഓരോ വേർഡ്സും ഇരുണ്ടതാണ്, വെളുത്തതാണ്, കറുത്തതാണ്, അല്ല കമ്പാരിസൺ നമ്മൾ ചെയ്യും. നമ്മുടെ കുട്ടിയെ വേറൊരു കുട്ടിയുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന എത്ര എല്ലാ കുട്ടിക്ക് കളറുണ്ടല്ലോ, നിനക്ക് അത്രയും കളറില്ലല്ലോ, അല്ല ഈ ഡ്രസ്സ് നിനക്ക് ചേരത്തില്ല കാരണം നിന്റെ കളറിന് ഇത് ആപ്റ്റല്ല, അല്ലെങ്കിൽ നീ ഇന്ന ഐറ്റം അല്ല എന്താ പറയുക, ചില ഡ്രസ്സുകൾക്ക് പോലും വേർതിരിവുണ്ട്. പാർഷ്യാലിറ്റി അല്ല, വേർതിരിവുണ്ട്. ചില ഡ്രസ്സുകൾ ചിലർക്ക് ചേരത്തില്ലെന്നങ്ങ് കുഞ്ഞിലേ മനസ്സിലടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്ന ഡ്രസ്സ് ഇടരുത് കേട്ടോ. അപ്പം നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ഇതുപോലെ ഗൈഡ് ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ ആളുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾക്കെങ്കിലും നമുക്കത് നിങ്ങൾക്ക് തമാശയായിരിക്കാം, പറയുന്ന ആളുകൾക്ക് തമാശയായിരിക്കാം, പക്ഷെ അത് കേൾക്കുന്ന ആളുടെ മനസ്സിൽ ആഴത്തിലാണത് തറച്ചു കയറുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകൾക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാകും. കാരണം അവരുടെ എല്ലാം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ഇതിൻ്റെ ഒരു വിക്റ്റിമാണ്. ഞാൻ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലൂടെ കടന്ന് ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അത് എത്രത്തോളം ട്രോമ എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് വേറെ കാര്യം. അതുപോലെ ഓരോ മനുഷ്യനും, അതായത് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം ആദ്യം. നിങ്ങളുടെ കുട്ടികളെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ കുട്ടിക്ക് ചിലപ്പോൾ കളർ ഉണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഉണ്ടാവില്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ചിലപ്പോൾ കാണും. എല്ലാം തികഞ്ഞ ആരും ഇല്ലല്ലോ. അപ്പം ആ രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞിനെ വേറെ കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരാളുടെ കുഞ്ഞുമായിട്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് മാത്രമല്ല ഇത് കാണിക്കേണ്ടത്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ കുട്ടികളോടും, സ്റ്റുഡൻസിനോട്, ടീച്ചേഴ്സിനോടാണ് പറയുന്നത്, സ്റ്റുഡൻസിനോടായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ആരോടായിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ മിങ്കിൾ ചെയ്യുന്ന ഏതൊരു കുട്ടികളോടായിക്കോട്ടെ നിങ്ങൾ ഒരിക്കലും ബോഡി ഷേമിങ് കാണിക്കാതിരിക്കുക. ബോഡി ഷേമിങ്ങിനുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത്. അവരുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകളാണ് നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ നിമിഷം തൊട്ട് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള കമ്പാരിസണോ അതുപോലെ യാതൊരു വിധത്തിലുള്ള ഇത്തരം കാര്യങ്ങളോ ദയവേത് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ചുറ്റിനുള്ള കുട്ടികളൊക്കെ. ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളതെന്ന് എനിക്ക് അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുകയും അതിന് പ്രോത്സാഹനമൊക്കെ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഞാൻ മെയിൻലി പറഞ്ഞിട്ടുള്ള ഈ 5 പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ശ്രദ്ധയിലെടുക്കുക. ഓക്കെ, ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഏതെങ്കിലും ഒക്കെ ബിഹേവിയറായിട്ടുള്ള വൈകല്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ, ഇനി എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നൊക്കെ പറയും, ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തിരുത്തൽപ്പെടലുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, മുതിർന്നവർക്കും ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ആരും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പോ സപ്പോർട്ടോ ഇനിയും ഒരു മെൻറ്റർ എന്ന നിലയ്ക്കോ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.